ഇലത്തൂരും കക്കോടിയും ഞാൻ വിട്ടു തന്നു. ഒരു പുഷ്കരൻ എടുത്തു. താ വെസ്റ്റേലും എടുത്തോ. എനിക്ക് വേണ്ടതേ. വെസ്റ്റേലും നടക്കാവും ജോർജ് കുട്ടി എടുത്തോ. ബാക്കി ഞങ്ങൾക്ക് വിട്ടുക. അത് പറ്റില്ല. ഇക്കഴിഞ്ഞ ലേലത്തിന് പാളയം ഗ്രൂപ്പ് വിളിച്ചതിനാ എന്റെ മോന്റെ വാരിക്കിട്ട് കുത്തിയത്. അതെനിക്ക് വേണം. തന്റെ മോനെ ഞങ്ങൾ കുത്തിച്ചില്ലല്ലോ. ആ പേര് പറഞ്ഞു വേണ്ട. കുഞ്ഞാപ്പൻ ചേട്ടൻ എന്തൊന്നും മിണ്ടാത്തേ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇയാൾ എന്താടോ ഒന്നും മിണ്ടാത്തത്? കോഴിക്കോടിന് മുമ്പ് തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും റേഞ്ചിലല്ലേ ലേലം? ആദ്യം നമുക്ക് അവിടെ വീതിക്കാം. ചങ്ങനാശ്ശേരി കാര്യം പറയാൻ താനാരാ? കോഴിക്കോട് നിങ്ങളുടെ ഇഷ്ടത്തിന് വീതിക്കല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇയാള് ഭീഷണിപ്പെടുത്താ തന്നെ. ഞാൻ നടത്തുന്ന പാളയം ഷാപ്പ് ആരും മോഹിക്കണ്ട. അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. കുഞ്ഞാപ്പൻ ചേട്ടൻ കേട്ടില്ലേ ഇയാൾ പറയുന്നത്? അവൻ പറയുന്നത് ന്യായമാ. എന്ന് വെച്ചാ പാളയം അവന് വിട്ടുകൊടുക്കാനോ? കണ്ണായ സ്ഥലം അവര് കൊടുത്തിട്ട് ബാക്കി നക്കാപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് മുഴുവൻ അയാളെടുത്തോട്ടെ. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? അതിനുള്ള ധനശേഷി അവനുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ വിട്ടേക്കാം. ചുമ്മാ മാറാമെന്നല്ല, ലേലത്തിൽ നിന്ന് ഒഴിയുന്നതിനുള്ള കാര്യമായ വിഹിതം ചേട്ടൻ വാങ്ങിച്ചേരണം. വാസുവേ, ഈ റേഞ്ച് മുഴുവൻ പിടിക്കാനുള്ള കാശ് തന്റെ ഉണ്ടാവോ? ഉണ്ടാവും. ആ, എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു റേഞ്ച് മുഴുവനുവേ, അതിനുള്ള പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ കുഞ്ഞാപ്പൻ ചേട്ടന്റെ ഏർപ്പാടാ. കാശൊക്കെ അയാൾ തരും. കാര്യം ചാരായ വിൽപ്പനയാണെങ്കിലും ഈ തൊഴിലിന് ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ച് ഈ വ്യവസായം നശിപ്പിക്കുന്നവരെ മാറ്റി നിർത്താനാ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളിത് തിരിച്ചെങ്ങനാ? കഴിഞ്ഞ തവണ DC മുഖേന തിരിച്ചു തന്നില്ലേ? ഇത്തവണ നേരിട്ട്. ശരി മോനെ. മുതലാളിയല്ല, കുഞ്ഞാപ്പൻ, അങ്ങനെ വിളിച്ചാ മതി. അല്ല, ഈ കച്ചവടത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനാ? ഞങ്ങൾ ഒന്നാണ്. അല്ല, നിങ്ങൾ രണ്ടാണ്. വാസു, ചാക്കോ. പങ്കായിട്ട് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, ഒരു ഫേം രജിസ്റ്റർ ചെയ്യണം. അതിനൊരു പേര് പറയൂ. എല്ലാം മുതലാളി അല്ല, കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നെ. വാസു, ചാക്കോ. വാസുവിൻ്റെ വായും ചാക്കോയുടെ വാസുക്കോ. വാസ്കോ. വാസ്കോ കൊള്ളാമോ? വാസ്കോ കൊള്ളാം. അവളുടെ സങ്കടം കണ്ടില്ലേ? നമ്മുടെ മോളെ ഇവിടെ പഠിപ്പിച്ചാ പോരെ? പോരടി. നമ്മുടെ ഇന്നത്തെ നിലയ്ക്കനുസരിച്ച് ഇവള് ബാംഗ്ലൂരിൽ തന്നെ പഠിക്കണം. അവൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് മിടുക്കിയാവട്ടെ. കേറുമോളെ.
என்ன சாமி வாஸ்கோ வந்து பிடிச்சிட்டீங்களா? உழைக்க வேண்டாம் வக்கையரசி, நான் புள்ளக்குட்டிக்காரன் இல்லையா? ஹலோ, നിങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? കുട്ടിക്ക് നല്ല മുഖശ്രീയുണ്ട്. വാസുവിന് ചേരും. എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കാർത്തികേയന് ഈ വിവാഹത്തിന് സമ്മതമാണ്. നിങ്ങൾക്കാണ് ഈ ബിസിനസ് കൊണ്ട് പണമുണ്ട്. ഇനി വേണ്ടത് ബന്ധുബലമാണ്. കാർത്തികേയനുമായിട്ടുള്ള ഈ ബന്ധുത ചാക്കോ, നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ആ ചാത്തുണ്ണിയേട്ടന്റെ മോളുടെ കാര്യമല്ലേ? എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. നമ്മുടെ DC കൊണ്ടുവന്ന ആലോചനയാണത്, നമ്മുടെ ഗുണത്തിന്. അതല്ല ചാക്കോ, ഞാൻ എങ്ങനെ ചാത്തുണ്ണിയേട്ടന്റെ... അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. ഇന്നലെയാ ഞങ്ങൾ അറിയുന്നത് ചാത്തുണ്ണിയേട്ടൻ ആശുപത്രിയിലാണെന്ന്. മുക്കത്തെ കാർത്തിക മുതലാളി അറിയില്ലേ ചാത്തുണ്ണിയേട്ടൻ? വലിയ പാർട്ടിയാ. അങ്ങയുടെ മകള് നല്ല പഠിപ്പും പരിഷ്കാരമുള്ള പെണ്ണാ. നമ്മുടെ വാസുവിനൊരു ആലോചന അവരിങ്ങോട്ട് കൊണ്ടുവന്നതാ, നമ്മുടെ DC വഴി. അതങ്ങ് ഉറപ്പിച്ചു. ആ കാര്യം ചേട്ടനെ അറിയിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ വാസുവിന് അത്യാവശ്യമായിട്ട്... എന്തിനാ? അല്ല, ചെലവുകൾക്കൊക്കെ ഇരിക്കട്ടെ. വേണ്ട. വാസു പ്രത്യേകം പറഞ്ഞിട്ടാ. ഞാൻ ഈ പണം വാങ്ങിയില്ലെന്ന് വാസുവിനോട് പറഞ്ഞേക്ക്. മോളെ,